ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ മെയ് മാസത്തിൽ പ്രതീക്ഷിച്ചതാണ്. ആ മെയ് മാസത്തിൽ ഇലക്ഷൻ നടക്കും എന്നുള്ള ധാരണയിൽ തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ നേരത്തെ നടത്തിയതാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള ബൂത്ത് തലം വരെയുള്ള കമ്മിറ്റി ഫോർമേഷൻ ഇതിനകം നടത്തി കഴിഞ്ഞു. നേരത്തെ 204 ബൂത്തുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ 59 ബൂത്തുകൾ വർദ്ധിച്ച് 263 ബൂത്തുകളായി. ഈ 263 ബൂത്തുകൾ ഇതിനകം തന്നെ UDFൻ്റെ കമ്മിറ്റികൾ നിലവിൽ വന്നു കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പൂർത്തീകരിച്ച് ഈ സമയത്ത് എത്രയും പെട്ടെന്ന് ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടാവണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അല്പം വൈകിപ്പോയി എന്നാണ് ഞങ്ങളുടെ ഒരു കണക്കൂട്ടൽ. മെയ് മാസത്തിൽ പ്രതീക്ഷിച്ചാണ്, അത് ജൂണിലേക്ക് പോയി. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളായി കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ വിധിയെഴുത്താവും. വലിയ ഭൂരിപക്ഷത്തിന് UDFൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതാണ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അന്നേ ദിവസം അതല്ലെങ്കിൽ അടുത്ത ദിവസം, അതിനപ്പുറത്തേക്ക് പോവില്ല എന്ന് പറഞ്ഞതാണ്. അവിടെ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ, ഈ പറഞ്ഞതിനിടയിൽ ഏത് സമയത്തും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല, പാർട്ടിയാണല്ലോ, ACC ആണല്ലോ അതിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത്. ACC യിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ACC എത്രയും പെട്ടെന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാവും. അതിനകത്തൊന്നും ഒരു ഡിലേ ഉണ്ടാവില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പൂർണ്ണമായും അതിന് മുന്നൊരുക്കം നടത്തി കഴിഞ്ഞാണ്. KPCCക്ക് പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട്, താങ്കളടക്കം വർക്കിംഗ് പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെയൊക്കെ ഒരു ഊർജ്ജത്തിലാണോ കോൺഗ്രസ് മുന്നോട്ട് പോകുക? അല്ല, ഞങ്ങൾ ഈ കമ്മിറ്റി വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ എല്ലാ തയ്യാറെടുപ്പും നടത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ കമ്മിറ്റി വന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെ. അതല്ലെങ്കിൽ തന്നെ പഴയ കമ്മിറ്റിയിൽ പഴയ പ്രസിഡന്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, എനിക്കവിടെ ചുമതല ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് ചുമതല നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ ഇനിയും ശക്തമായ പ്രവർത്തനം നടത്തി. ഞാൻ പറഞ്ഞല്ലോ, നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിക്കുക. എന്തായിരിക്കും UDFൻ്റെ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം? പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ എതിരെയുള്ള ഒരു വിധിയെഴുത്തലായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും ഒരുപോലെ കാണുന്നതാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ദേശീയ തലത്തിൽ എന്നും, കാരണം ഒരുപാട് കാര്യങ്ങൾ ദേശീയ തലത്തിലുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ, അതിനുള്ള പിന്തുണയായി തെരഞ്ഞെടുപ്പിനെ കാണും. ഫാസിസ്റ്റിനെതിരെയുള്ള പോരാട്ടം, നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായ പോരാട്ടം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ 9 വർഷം പിന്നിട്ട ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ജനങ്ങൾ അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ടുള്ള ഉദാഹരണമാണ് മലയോര മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ജനങ്ങൾക്ക് ഇന്ന് ഭയാശങ്കയിലാണ്, ജനങ്ങൾക്ക് സംരക്ഷണമില്ല. അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്ന നാഷണൽ ഹൈവേയുടെ സ്ഥിതി നമുക്കറിയാം. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യം. അങ്ങനെ വലിയ പ്രയാസത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ കടന്നു പോവുകയാണ്. അതുകൊണ്ട് അതിനൊക്കെ, അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ജനങ്ങളുടെ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതികരണത്തിൻ്റെ പ്രതിഫലനമായിരിക്കും നിലമ്പൂരിലെ ഇലക്ഷൻ. അല്ല, ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഒരു പോരാട്ടത്തിൽ, പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. അത് അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് UDFന് അങ്ങേയറ്റത്തെ കോൺഫിഡൻസ് ഉണ്ട്. അതോടൊപ്പം എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ച് പോവുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത്.